ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സോളിഡ് ബൈയിങ് വരികയും ഇൻഡെക്സ് 0.51% ഉയർന്ന് 24,698 അടുത്ത്, അതായത് റെസിസ്റ്റൻസ് സോണായ 24,700 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മാൾ ക്യാപ് ഇൻഡെക്സിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഉയർന്നു. നിഫ്റ്റി 50യിലെ പ്രധാന സ്റ്റോക്കുകളായ TCS, ടെക് മഹീന്ദ്ര, സൺ ഫാർമ, അശോക് ലൈലാൻഡ്, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, പെർസിസ്റ്റന്റ് സിസ്റ്റം, ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 52 വീക്ക് ഹൈയിലേക്ക് നീങ്ങി. നിഫ്റ്റി 50യിലെ 50 സ്റ്റോക്കുകളിൽ 38 സ്റ്റോക്കുകളും ബൈയിങ് സൈഡിലായിരുന്നു. അതേസമയം ഭാരതി എയർടെൽ, ONGC, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ലൂസർ കാറ്റഗറിയിൽ. SBI ലൈഫ്, HDFC ലൈഫ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി 0.86% ഉയരുകയും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 1.11% ഉയരുകയും നിഫ്റ്റി PSU ബാങ്ക് 1.68%, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 1.02% ഉയർന്നു. 24,700 അടുത്തേക്ക് മാർക്കറ്റ് നീങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ 24,840 മുതൽ 24,860 വരെയുള്ള സോണിലായിരിക്കും നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,600 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകളാണ് പോളി ക്യാബും KEI ഇൻഡസ്ട്രീസും. KEI ഇൻഡസ്ട്രീസ് 7.62% ഉയർന്ന് 4,700 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയപ്പോൾ പോളി ക്യാബ് 2.18% ഉയർന്ന് 6,761 ക്ലോസിംഗ് നൽകി. പോളി ക്യാബിൻ്റെ 52 വീക്ക് ഹൈ 7,331, KEI ഇൻഡസ്ട്രീസിൻ്റെ 52 വീക്ക് ഹൈ 5,039. ഈ രണ്ട് സ്റ്റോക്കുകളും 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് നീങ്ങുകയാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ പ്രമുഖ ഗ്ലോബൽ ബ്രോക്കേജ് ഏജൻസിയായ UBS കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ KEI ഇൻഡസ്ട്രീസിനും പോളി ക്യാബിനും ബൈ എന്ന റേറ്റിംഗും ബുള്ളിഷ് റിപ്പോർട്ടും പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇന്ത്യയുടെ ഓൺ ഗോയിങ് ഇലക്ട്രിഫിക്കേഷൻ ഡ്രൈവിൻ്റെ ബെനിഫിറ്റ് ഈ രണ്ട് സ്റ്റോക്കുകൾക്കും ലഭിക്കുമെന്ന് UBSൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ഇൻഡസ്ട്രി ലീഡർ ആയതുകൊണ്ട് വരും സമയങ്ങളിൽ കമ്പനിക്ക് ഫേവറബിൾ ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. UBS KEI ഇൻഡസ്ട്രീസിന് 40% അപ്സൈഡിലുള്ള 6,150 രൂപയുടെ ടാർഗറ്റും പോളി ക്യാബിന് 29% അപ്സൈഡിലുള്ള 8,550 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റ് വരും സമയങ്ങളിൽ ഡബിൾ റേറ്റ് രീതിയിലുള്ള വളർച്ച കൈവരിക്കും എന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കേബിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ക്യാപ്പ് $8 ബില്യൺ, വയർ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ക്യാപ്പ് $20 ബില്യൺ ഉയർന്നേക്കും. കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൻ്റെ 2024-28 ഫിനാൻഷ്യൽ ഇയറിലെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 20% ഉയരാനും സാധ്യതയുണ്ട്. UBSൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 9% ഉയർന്ന് 4,776 അടുത്തെത്തി. സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 5% മാത്രം ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. പോളി ക്യാബ് എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 3.6% ഉയർന്നു. 52 വീക്ക് ഹൈ ആയ 7,330 നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 6% മാത്രമാണ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് മികച്ചതാണ്. കൂടാതെ KEI ഇൻഡസ്ട്രീസിന് 40% ഹയർ സൈഡിലുള്ള ടാർഗറ്റ് UBS എന്ന ബ്രോക്കേജ് ഏജൻസി നൽകുകയും ചെയ്തു. UBS KEI ഇൻഡസ്ട്രീസിൽ പർട്ടിക്കുലർലി ഒപ്റ്റിമിസ്റ്റിക് ആണ്. കാരണം കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ, അതായത് പ്യുവർ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് KEI ഇൻഡസ്ട്രീസ്. ബ്രോക്കേജസിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം ബ്രാൻഡഡ് ഹൗസിംഗ് വയറിങ്ങിൻ്റെ ബെനിഫിറ്റ് KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ലഭിച്ചേക്കും. അതോടൊപ്പം തന്നെ KEI ഇൻഡസ്ട്രീസിൻ്റെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിയും മികച്ചതാണ്. UBSൻ്റെ ഫോർകാസ്റ്റ് അനുസരിച്ച് 2024 മുതൽ 28 ഫിനാൻഷ്യൽ ഇയറിൽ KEI ഇൻഡസ്ട്രീസിൻ്റെ ROE 24% ഉയരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 400 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയ കമ്പനി 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ 700 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പോളി ക്യാബിൻ്റെയും ലോങ് ടൈം ഇലക്ട്രിഫിക്കേഷൻ ഗ്രോത്തിൻ്റെ ബെനിഫിഷ്യറിയായി മാറും എന്ന് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.
ഏകദേശം 40% ഇലക്ട്രിഫിക്കേഷൻ മാർക്കറ്റിൽ മാർക്കറ്റ് ഷെയറുള്ള ഒരു കമ്പനിയാണ് പോളിക്യാബ്. എൻ്റയർ സെക്ടറിൽ വരുന്ന മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോളിക്യാബിന് ഉയർന്ന ടാർഗറ്റാണ് UBS നൽകിയിരിക്കുന്നത്. UBSൻ്റെ ഈ 2 റിസർച്ച് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. KEA ഇൻഡസ്ട്രീസ് 4825 ഒരു ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 5000, 5500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം പോളിക്യാബ് അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6775 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണ് തന്നെയാണ്. ഇവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് 7000 വരെ ഉയർന്ന് ഗ്യാപ്പ് ഫില്ലിംഗ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് 7250 വരെ ഉയർന്നേക്കാം. 6500 പോളിക്യാബിനെ സംബന്ധിക്കുന്ന പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്